മക്കബായരുടെ പുസ്തകം 12-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ. മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്കു വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. മരണത്തിനു ശേഷം ഒരു കരുണയുണ്ട്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും മറക്കാതെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ ജപമാലകളിലും വിശുദ്ധ കുർബാനയിലും എല്ലാ ഭക്ത്യാഭ്യാസങ്ങളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും എല്ലാം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം മരണത്തിന് ശേഷമുള്ള ഒരു കരുണയാണ്. യേശുവിന്റെ കരുണ ആരോട് കരുണ കാണിക്കണം എന്ന രീതിയിൽ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ജീവിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും ഒരുപോലെ ഒഴുകുകയാണ്. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്തെ അനാഥരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ അനേകം അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളൊരു കിണറ്റിൽ വീണു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളെ പിടിച്ചു കയറ്റി കഴിഞ്ഞാൽ, നമ്മൾ കിണറ്റിൽ നിന്ന് വന്ന ശേഷം ആദ്യം തിരക്കുക ആരാണ് എന്നെ പിടിച്ചു കയറ്റി രക്ഷിച്ചത് എന്നല്ലേ. ഇതുപോലെ തന്നെയാണ് ഒരു ശുദ്ധീകരണാത്മാവ് നമ്മുടെ പ്രാർത്ഥന വഴി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ആ ആത്മാവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് വലിയ ഒരു ദൈവാനുഗ്രഹത്തിന് കാരണമാകും. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി മരിച്ചവരോടുള്ള എല്ലാ നീതിയും നമുക്ക് പൂർത്തീകരിക്കാം. പ്രത്യേകിച്ച് ദിവ്യബലികളിൽ നമ്മുടെ പൂർവികരെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.